സ്വന്തം വില കളയുന്ന 7 കാര്യങ്ങൾ. നിങ്ങൾ നിങ്ങളോട് അകൽച്ച കാണിക്കുന്നവരോട് കൂടുതൽ അടുപ്പം കാണിക്കാറുണ്ടോ എങ്കിൽ അത് നിർത്തുക. നിങ്ങളോട് അകൽച്ച കാണിച്ചു പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഇടയ്ക്കിടെ അങ്ങോട്ട് വിളിച്ചു ശല്യം ചെയ്യുന്ന വിധത്തിൽ യാചിക്കാതിരിക്കുക. അത് നിങ്ങളുടെ സ്വന്തം വില കളയുന്ന ഒരു കാര്യമാണ്. 2. നിങ്ങൾ അധികമായി അവരോട് ഒന്നും പങ്കുവെക്കാതിരിക്കുക. നിങ്ങളുടെ സങ്കടങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും സന്തോഷങ്ങളും ഒന്നും. കാരണം അത് അവർക്ക് അറിയണമെന്ന് യാതൊരു ആഗ്രഹവും ഉണ്ടായിരിക്കില്ല. അവർക്ക് അത് അറിഞ്ഞതുകൊണ്ട് യാതൊരു കാര്യവും ഉണ്ടായിരിക്കില്ല. മാത്രമല്ല അവർക്ക് മുന്നിൽ നിങ്ങൾ പരിഹാസ്യരാവുകയും ചെയ്യും. നിങ്ങൾക്കെതിരെ പാര പണിയാനും കളിയാക്കാനും ഉള്ള തുറപ്പ് ചീട്ടുകളാണ് നിങ്ങൾ അവർക്ക് മുന്നിൽ തുറന്നു വച്ചു കൊടുക്കുന്ന നിങ്ങളുടെ രഹസ്യങ്ങൾ. അതൊരിക്കലും നിങ്ങൾ ചെയ്യാതിരിക്കുക. അവർക്ക് അവരുടെ കാര്യങ്ങളും മാത്രമായിരിക്കും ഉണ്ടാവുക. 3. ഏതൊരു ചെറിയ കാര്യത്തിനും നിങ്ങൾ അവരെ ആശ്രയിക്കാതിരിക്കുക. എവിടെയെങ്കിലും പോകാനോ എന്തെങ്കിലും ചെയ്യാനുമൊക്കെ ഇടയ്ക്കിടെ അവരുടെ സഹായം ആവശ്യമുണ്ട് എന്ന അവസ്ഥ മാറ്റുക. അവരോട് എപ്പോഴും അവരുടെ ടൈം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. അത് നിങ്ങളുടെ വാല്യൂ കളയുന്ന ഒന്നാണ്, നിങ്ങളുടെ വില കളയുന്ന ഒന്നാണ്. 4. നോ പറയേണ്ടിടത്ത് നോ എന്ന് തന്നെ പറയാനും യെസ് പറയേണ്ടിടത്ത് യെസ് എന്ന് തന്നെ പറയാനും പഠിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പല കാര്യത്തിനും അവർ നിങ്ങളെ നിർബന്ധിക്കുകയാണെങ്കിൽ അവിടെ നോ എന്ന് കണിശമായി പറയണം. അതിനു മടിക്കരുത്. അതുപോലെ തന്നെ അവർ പറയുന്നതിനു മുഴുവൻ തലകുലുക്കി കൂടെ നിൽക്കുന്നതിനു മുമ്പ് ഇത് എനിക്ക് ഓക്കെ ആണോ അല്ലയോ എന്ന് ആലോചിക്കുക. അതിനുശേഷം മാത്രം ഡിസിഷൻ എടുക്കുക. 5. മറ്റൊരാൾ കാര്യമായിട്ട് സംസാരിക്കുമ്പോൾ അത് കേൾക്കാൻ നിൽക്കാതെ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നത് നിങ്ങളുടെ വില കളയുന്ന മറ്റൊരു കാര്യമാണ്. അവർ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ട് ഉചിതമായ മറുപടി കൊടുക്കുന്നതാണ് എല്ലായ്പ്പോഴും നല്ലത്. 6. നിങ്ങളുടെ വാക്കുകൾ നല്ലതായിരിക്കുക. വാവിട്ട വാക്കും കൈവിട്ട ആയുധവും എന്ന് കേട്ടിട്ടില്ലേ? പുറത്തു വിട്ടാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റാത്തതായ ഒന്നും നിങ്ങളിൽ നിന്ന് ഉണ്ടാക്കാതിരിക്കുക. വാക്കുകൾ സൂക്ഷിച്ചു മാത്രം ഉപയോഗിക്കുക. ദേഷ്യം വരുമ്പോഴും സങ്കടം വരുമ്പോഴും തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. ആ സമയങ്ങളിലെ തീരുമാനങ്ങളും വാക്കുകളും വളരെ സമ്മർദ്ദങ്ങളിൽ നിന്നുണ്ടാവുന്നതായിരിക്കാം. അതിന് നന്മയും കുറവായിരിക്കാം. 7. ഇനി മറ്റൊരാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാതിരിക്കുക. അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കുത്തിച്ചൂഴ്ന്ന് ചോദിക്കാതെ ഇരിക്കുക.